മതം മാറ്റം കുറ്റമാരോപിച്ച് ഛത്തീസ്ഗഡിൽ ബി.ജെ.പി. സർക്കാർ 2 മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ ബി.ജെ.പിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം മതം മാറ്റത്തിൽ ഒരു ഒത്തുതീർപ്പുമില്ലെന്ന നിലപാടിലാണ് ആർ.എസ്.എസ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ തുറന്നെതിർത്ത് ഹിന്ദു ഐക്യവേദി പരസ്യമായി രംഗത്തിറങ്ങി. ക്രൈസ്തവ വോട്ടിനായി പെടാപ്പാട് പെടുന്നതിനാൽ കന്യാസ്ത്രീമാർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച് അവരെ സഹായിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു. ആവശ്യമെങ്കിൽ താൻ നേരിട്ട് പോകുമെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം. വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും. ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങൾ മടങ്ങി വരുള്ളൂ. പിന്നാലെ രാജീവ് ചന്ദ്രശേഖരന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രധാന സംഘപരിവാർ സംഘടനയായ ഹിന്ദു ഐക്യവേദി. മുന്നറിയിപ്പുമായി കെ.പി. ശശികല ഫേസ്ബുക്കിൽ കുറിച്ചു. പറക്കണ പക്ഷി മനോഹരമാണ്, അതിനെ പിടിക്കണം, നല്ല ലക്ഷ്യമാണ്, ശരി തന്നെ, പക്ഷേ കയ്യിലുള്ളത് പറക്കാതെ നോക്കണം. അതിനർത്ഥം ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പേരിൽ ക്രൈസ്തവ വോട്ട് പിടിക്കാൻ ബി.ജെ.പി. നേതൃത്വം നോക്കുമ്പോൾ കയ്യിലുള്ള സംഘപരിവാർ അനുകൂല ഹിന്ദു വോട്ടുകൾ പോകുമെന്ന മുന്നറിയിപ്പാണ്. കന്യാസ്ത്രീമാരെ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം നിരപരാധിയായി പ്രഖ്യാപിക്കുന്നതിലുള്ള രോഷം പരോക്ഷമായി പ്രകടിപ്പിച്ച് ഹിന്ദു ഐക്യവേദി വാർത്താക്കുറിപ്പും ഇറക്കി. കാളപെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിക്കണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബുവിന്റെ വിമർശനം. കന്യാസ്ത്രീകൾ നടത്തിയത് മനുഷ്യക്കടത്തും മതമാറ്റവുമാണോ എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. പോലീസ് അന്വേഷണം പൂർത്തിയാകും മുൻപ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കുന്ന ആവേശം ഇരകളായ 3 പെൺകുട്ടികളോടുള്ള അനീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ ഉന്നമിട്ട് ആഞ്ഞടിക്കുകയാണ്. ഫലത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ സംഘപരിവാർ സംഘടനകൾ തന്നെ തുറന്നെതിർക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.